ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം. എനിക്ക് മര്യാദയ്ക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല, പക്ഷെ ഗൗതം ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇത് ഉണ്ണികളെ ഒരു കഥ പറയാൻ പറയുന്ന സിനിമ, കമലാണ് സംവിധായകൻ. അതെ അതെ, കമലിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. അതിൽ തന്നെ ആ പാട്ടിൻ്റെ വരികളിൽ തന്നെ ആ ഒരു ഇത് എഴുതി വെച്ചിട്ടുമുണ്ട്. നല്ല എന്തായാലും എന്താണ് ആ അർത്ഥം മനസ്സിലാക്കി എഴുതുന്ന ഏതോ ഒരു കവിയാണ്, എനിക്ക് പേരറിയില്ല, കവിയാണ് അത് എഴുതിയത്. ആ സിനിമയിലൂടെ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പുല്ലാങ്കുഴലൂതി ഒരുപാട് ചെറുപ്പക്കാർക്കിടയിലേക്ക്, കുട്ടികൾക്കിടയിലേക്കൊക്കെ വന്ന ഒരു മനുഷ്യൻ. അതിൽ തന്നെ കുഞ്ഞു മക്കളുടെ കളിക്കൂട്ടുകാരനായിട്ടാണ് അതിൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആ വലിയ അത്ഭുത പ്രതിഭ വന്നത്. കമലിൻ്റെ ആദ്യ സിനിമയാണെന്ന്. കമലിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് സിനിമയെപ്പറ്റി പറഞ്ഞ സമയത്ത് ഒരിക്കലും കമൽ പറയുന്നുണ്ടായിരുന്നു, ഈ കമലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹസംവിധായകനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അല്ലേ കമൽ. നമ്മൾ ആദ്യം തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പോൾ ഗൗതം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്താ ഒരു സഹസംവിധായകനായി നിന്ന് ഒരു അസോസിയേറ്റ് ആയിട്ടൊക്കെ നിന്നിട്ടല്ലേ പോവുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാൾ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഒരുപാട് ഈ വിമർശനം കേട്ടൊരു കാര്യമാണ്, ഈ പുതുമുഖങ്ങളെ, പുതു സംവിധായകരെ ഒന്നും അങ്ങ് അടുപ്പിക്കുന്നില്ല എന്നൊരു വിമർശനമൊക്കെ അദ്ദേഹത്തിൻ്റെ എതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കമൽ പറഞ്ഞത്, ഞാനൊരു പുതു സംവിധായകനാണ്, ഒരു പുതിയ സംവിധായകനാണ്, പക്ഷേ എൻ്റെ ഈ സിനിമയെ ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാതാക്കൾ മോഹൻലാലിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ആ ദയവിലാണ് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയുന്നത്, കമലിനെ പോലെ കുറേയധികം ആളുകൾ ലാലേട്ടൻ വെച്ച സിനിമയായിട്ടുണ്ട് അല്ലേ, കുറേയധികം ആളുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര്. അതെ, എനിക്ക് തോന്നുന്നു പത്മരാജൻ മുതൽ ഭരതൻ മുതൽ ഇങ്ങോട്ട് അവസാനം സത്യനന്ദിക്കാട്, ഇപ്പം ഏറ്റവും അവസാനത്തെ ഫാമിലി തരുൺ മൂർത്തി വരെയുള്ള ആൾക്കാർ വെച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വെച്ചിട്ട് സിനിമ സംവിധാനം ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ ആക്സസിബിൾ അല്ലാത്തൊരു അവസ്ഥയിലേക്ക് മോഹൻലാൽ മാറി തീർന്നിട്ടുണ്ടോ എന്നുള്ള പരാതിയും പലരും. പക്ഷെ അതുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പം കുറേയൊക്കെ അദ്ദേഹം പരിഹരിച്ചു തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ഈ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു അഭിനയ സിദ്ധി, ആ അഭിനയത്തിൻ്റെ ആ ഒരു മനോഹാരിത, അതിലൊരു മാന്ത്രികത, അതാണ് അതിൻ്റെ കറക്റ്റ് വാക്ക്, മാന്ത്രികത. ആ മാന്ത്രികത പക്ഷേ ഒരുപാട് നാളായിട്ട് പ്രേക്ഷകർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു കുറേയധികം കാലങ്ങൾ. കുറേയധികം എന്ന് പറയാനില്ല, എന്താ ഒരു അതിനിടയിൽ ഓരോന്നായിട്ട് വരുമെങ്കിലും ഒരു 90കളിൽ മോഹൻലാലിൽ നിന്ന് നമുക്ക് ആളുകൾ പ്രതീക്ഷിച്ച ആ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളിലും ആളുകൾ മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത്. അല്ല, 2010 മുതൽ 2010-15 ശേഷം ഇപ്പുറത്തോട്ടല്ലേ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ആ ഒടിയൻ സിനിമ ചെയ്തതിന് ശേഷമല്ലേ അദ്ദേഹത്തിന് കുറേയധികം പ്രശ്നങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടായി തുടങ്ങിയത്. അങ്ങനെയാണ് 2010 ശേഷം വളരെ ചില സിനിമകളൊക്കെ നല്ലത് വരുമെങ്കിലും പലതും മോശപ്പെട്ട സിനിമകളായിരുന്നു. അല്ല, അത് തിരക്കഥയുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ എൻ്റെ സുഹൃത്ത് ബന്ധത്തിന് ഞാൻ അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പല സിനിമകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 10 നടന്മാരെടുത്താൽ അതിൽ മോഹൻലാലാണ് എന്ന കാര്യത്തിൽ ഗൗതം സംശയമില്ലല്ലോ, ഉണ്ടോ? അല്ല, ഒരു നടനാണ്. പക്ഷേ ആ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയിലെ ആ മാന്ത്രികതയെ അതിൻ്റെ പൂർണ്ണമായ തലത്തിൽ ഉപയോഗിക്കാൻ എത്ര സംവിധായകന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. അതൊരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പലരും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒട്ടനവധി പുതുമുഖ സംവിധായകർക്ക് മോഹൻലാൽ ഡേറ്റ് നൽകിയിരിക്കുന്നുണ്ട്. ഇപ്പം അമൽ നീരദ് ആയിക്കോട്ടെ, തരുൺ മൂർത്തി, അൻവർ റഷീദ്, അങ്ങനെയുള്ള പല ആളുകളുടെയും സിനിമ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെയും കുറേ യൂത്ത്, ഒരുപാട് ആളുകൾ അദ്ദേഹം. അപ്പോൾ അതൊരു നല്ലൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഈ പ്രേക്ഷകർക്ക്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അതൊരു നല്ലൊരു എന്താ പറയുക അനുഭവമായിരിക്കുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ പൊട്ടൻഷ്യൽ പാർത്തൻ ഇപ്പം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അഭിനയസിദ്ധിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പലർക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ നല്ല നടന്മാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മോഹൻലാലിനും സംഭവിച്ചതെന്നാണ് തോന്നുന്നത്. ഒരുപാട് ഇപ്പോൾ ഫഹദ് ഫാസിൽ എവിടെയോ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്, എനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഫാൻസ് അസോസിയേഷന് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാൻസ് അസോസിയേഷനും കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു സെൻസിബിലിറ്റിയും അവരുടെ ഒരു ആഗ്രഹങ്ങളും ഉണ്ടാവും.
ഈ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അത് ചിലപ്പം വലിയ എന്താ പറയുക നല്ല സിനിമകളുടെ അല്ലെങ്കിൽ കലാമൂല്യമുള്ള സിനിമ സെൻസിബിലിറ്റി ഒന്നും ആയിരിക്കില്ല ഈ ഒരുപാട് ആരാധകർക്കും ഫാൻസിനും ഉണ്ടാവുക. അപ്പം അത്തരത്തിൽ ഒരുപാട് ആളുകളെ അവർക്കനുസരിച്ചിട്ട് സിനിമ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും ഫഹദ് അത് പറഞ്ഞിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ മോഹൻലാലിനും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഫാൻസിന് കീഴ്പ്പെട്ടിട്ട് പലപ്പോഴും സിനിമകൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഇതിനിടയിൽ ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതായത് മോഹൻലാൽ ഒരു ഇടിപ്പടത്തിലെ നായകനല്ല. അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹത്തെ എന്താ പറയുക പ്ലേസ് ചെയ്തു പോയി. ഇദ്ദേഹം ഇടിപ്പടത്തിൻ്റെ മുണ്ടുപിരിയുടെ മീശ പിരിക്കലിൻ്റെ മാത്രം നടനാണ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ടൈപ്പ് കാസ്റ്റ് ആയിപ്പോയി മോഹൻലാൽ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് സംഭവിച്ച സിനിമാ ജീവിതത്തിൽ സംഭവിച്ച വലിയ ദുരന്തങ്ങളിലൊന്ന്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പൈസ സമ്പാദ്യമൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടാവും ഏത് ഈ ഇടിപ്പടത്തിലും ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൊക്കെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അഭിനയത്തിൻ്റെ പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരം സമീപനങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നതാണ് സിനിമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിമർശനം എന്ന് പറയുന്നത്. അല്ല, അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്നറിയോ, ഈ നമ്മളിപ്പോൾ ഈ മാസ് പടങ്ങളുണ്ടല്ലോ, അടിപ്പടങ്ങൾ. ഈ അടിപ്പടങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഈ മലയാളി എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ തമിഴിനെയും തെലുങ്കിനെയും ഒക്കെ കുറ്റം പറയും. പക്ഷെ നമുക്ക് നമ്മുടേതായൊരു മാസ് കഥാപാത്രങ്ങളുണ്ട്. ഈ മോഹൻലാലിൻ്റെ മാസ് കഥാപാത്രങ്ങളെ കണ്ട് ഉൾക്കൊണ്ട് അമ്പലപ്പറമ്പുകളിൽ അടിയുണ്ടാക്കാൻ പോയ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മോഹൻലാൽ മുണ്ടുരി പിന്നെ എന്താണ് നീ പോ മോനെ ദിനേശ എന്ന് പറയുന്ന എന്താടോ നന്നാവാത്തത് എന്ന് പറയുന്ന കുറേ അധികം ഡയലോഗുകളുള്ള ആൾക്കാരുണ്ട്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ ഒരു മഹാനടനാണ് മമ്മൂട്ടി. പക്ഷേ അദ്ദേഹത്തെ ഈ സൂപ്പർ സ്റ്റാറാക്കി നിർത്തിയത് സത്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച ഒരുപാട് മാസ് പടങ്ങൾ, അടിപ്പടങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി സിനിമയ്ക്ക് ഇവരെ സൂപ്പർ സ്റ്റാർസ് ആക്കി നിർത്തുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ജയറാമിനെ ഒരു ഭാവനായകൻ അല്ലെങ്കിൽ ജനപ്രിയ നായകൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പലപ്പോഴും ദിലീപിനെയും അങ്ങനെ ജനപ്രിയ നായകൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിളിക്കുന്ന കാര്യം ഇവരധികം മാസ് അങ്ങനെ ചെയ്യാത്തല്ല. ദിലീപൊക്കെ മാസ് ചെയ്ത് എനിക്ക് തോന്നുന്നു റൺവേ ആ സിനിമകളിലൊക്കെയാണ് മാസ് ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഇവരെ ഈ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഉള്ളൊരു ഇമേജ് ആർക്കില്ല, ഈ ആളുകൾക്കില്ല. പക്ഷേ സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആയത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ആ മാസ് കഥാപാത്രങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മലയാളി മാസ് ആഗ്രഹിച്ചിരുന്നു. മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചടിക്കുന്ന ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം സഞ്ചരിക്കേണ്ടി വന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കും. അറക്കൽ മാധവൻ ഉണ്ണിയായി മമ്മൂട്ടി അഭിനയിച്ച സിനിമയുണ്ട്. പിന്നെ അവസാനം ഈ ദ്രോണ എന്ന് പറയുന്ന സിനിമ വരെ ഒരുപാട് സിനിമകൾ മമ്മൂട്ടിയുടേതായിട്ട് വന്നിട്ടില്ലേ. പിന്നെ ഇതിൽ പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പല നമ്മൾ രജനീകാന്തിനെ കാണുന്ന പോലെയല്ല മോഹൻലാലിനെ കാണുന്നത്. രജനീകാന്തിന് അത് ചെയ്യാം. വിജയിനെ കാണുന്ന പോലെ അല്ല മോഹൻലാലിനെ കാണുന്നത്. മോഹൻലാലിന് മറ്റൊരു സ്ഥാനമുണ്ട്. ഞാൻ പറയട്ടെ, മോഹൻലാലിന് മറ്റൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ അദ്ദേഹം കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളൊരു വിമർശനമാണ് ഒരു അഭിനേതാവ് എന്ന നിലയിലുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരുപാട് ഇടിപ്പടങ്ങളിൽ ചെയ്തു, സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇവരൊക്കെ നിന്നിട്ടില്ല, ഇവരൊക്കെ ഇതിലേക്ക് എത്തിപ്പെടാൻ ഇവരെയൊക്കെ സഹായിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. എനിക്ക് മമ്മൂട്ടി 1999 തോന്നുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നെ ജനങ്ങൾ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. എന്നെ ഒരു മികച്ച നടൻ എന്നൊരു വിശേഷണം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഒരു നടൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. എന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവിടെ അതിൽ ഒരുപാട് അർത്ഥമുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയത്തെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കാണ്. കാരണം സൂപ്പർ സ്റ്റാർഡം ആയി തീരുമ്പം പലതും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ. അതിൽ നിന്ന് അദ്ദേഹം മമ്മൂട്ടിയെ പോലുള്ള അത്രയും അഭിനയത്തെ അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഇതേ വാചകനാലട്ടൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുന്നത് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഇല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ നന്നായി അഭിനയിക്കുന്ന ആളുകൾ, അത് ഞങ്ങളുടെ തലമുറ, പിന്നെ നസീറിൻ്റെയും ജയൻ്റെയും തലമുറ മാറി ഞങ്ങളുടെ തലമുറ വന്നു, നാളെ വേറെ തലമുറ വരും, വേറെ നാളെ തലമുറ വരും എന്നിങ്ങനെ പറഞ്ഞിരുന്നു ലാലേട്ടൻ. പക്ഷെ അന്ന് പറഞ്ഞ ലാലേട്ടൻ ഇത്രയും കൊല്ലമായിട്ടും അദ്ദേഹവും മമ്മൂക്കയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇതിൽ ഇപ്പോൾ ഗൗതം പറഞ്ഞൊരു കാര്യത്തിൽ എൻ്റെ ചെറിയൊരു വിയോജിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, മമ്മൂട്ടി ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി
പറ്റ താഴെ പോയൊരവസ്ഥയുണ്ടായിരുന്നു. പറ്റ താഴെ പോയി മമ്മൂക്ക പറഞ്ഞ എനിക്ക് സിനിമകളേ ഇല്ല, ഞാൻ സിനിമയിൽ നിന്ന് പുറത്താകുമെന്ന് മലയാള സിനിമയിലെ പല ആളുകളോടും അദ്ദേഹം വളരെ വികാരാധീതനായി പറഞ്ഞൊരു സമയത്താണ് മമ്മൂട്ടിക്ക് ഒരു മമ്മൂട്ടിയാക്കിയ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. ഏതാ സിനിമ? ന്യൂഡൽഹിയിലെ മമ്മൂട്ടിയുടെ മാസ് കഥാപാത്രമാണ് മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയതെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, ജോഷി പറഞ്ഞിട്ടുണ്ട്, നടന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന് മമ്മൂട്ടിയാക്കിയെന്ന് അങ്ങനെയല്ല, അദ്ദേഹത്തിന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ടായി. അല്ല, അദ്ദേഹം തകർന്നു പോകുമായിരുന്നു ഇല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് മാർക്കറ്റിന് തീരെ വാല്യൂ ഇല്ല എന്നല്ല പറഞ്ഞത്. ബോക്സ് ഓഫീസും അല്ല അടൂർ ഗോപാലകൃഷ്ണൻ ടൈപ്പ് പടങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു മികച്ച നടൻ എന്ന നിലയിൽ പലപ്പോഴും നടന്മാർ ഇത്തരം ചില കാര്യങ്ങൾക്ക് കൂടി കൺസിഡറേഷൻ നൽകണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരുപാട് കാലത്ത് ഇവർ കൺസിഡറേഷൻ ഇത്തരം പടങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സധയമായാലും അതുപോലെ തന്നെ നമ്മുടെ കഥകളി രൂപത്തിൽ വന്ന സിനിമയില്ലേ, ആ സിനിമ, രാജശില്പി, പിന്നെ എനിക്ക് തോന്നുന്നു കന്മദം. 90കളിൽ തീർച്ചയായിട്ടും ഈ സിനിമകൾ ഞാൻ പറയുന്നത് 2000-ന് ശേഷം മോഹൻലാലിനെ നമ്മൾ ഓർക്കുന്നത് എത്ര സിനിമകളിലൂടെ നമ്മൾ മോഹൻലാലിനെ ഓർക്കും. അതേസമയം നമ്മൾ ഇപ്പോഴും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 90കളിൽ ചെയ്ത സിനിമ. ആ സിനിമ ആർക്കും വിയോജിപ്പില്ല. എന്തുകൊണ്ട് അതേ 90 ക്രിയേറ്റ് ചെയ്യാൻ 2000-ൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ 2000-ന് ശേഷം പിന്നീട് ഇങ്ങോട്ട് സാധിച്ചില്ല എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. ഈ ചോദ്യം വരാനുള്ള കാരണം എന്താണെന്നറിയോ? അത്രമാത്രം ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇദ്ദേഹം അങ്ങ് കയറി കൂടിപ്പോയി. അപ്പം അതിൻ്റെ ആ ഒരു പ്രതീക്ഷ അദ്ദേഹം പിന്നീട് 2000-ൽ അത് സ്നേഹപൂർണമായിട്ടുള്ളൊരു വിമർശനമാണ്. അതിനെ പലപ്പോഴും പല ആളുകളും പക്ഷേ കാണുന്നത് ഇത് മോഹൻലാലിനെ കുറ്റം പറയാനിരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിലാണ്. അതങ്ങനെയല്ല, ഇത് സ്നേഹപൂർണമായിട്ടുള്ള വിമർശനമാണ് സിനിമയെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് വരുന്നത്. അതിനെ അങ്ങനെയാണ് നമ്മൾ മോഹൻലാലിന് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആളുകൾ അത്രയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത്. ഗൗതം പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണ്. നമ്മൾ ഹാർഡ് കോറായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ വിമർശനവും ഉണ്ടാവും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. പക്ഷേ അദ്ദേഹം 90കളിൽ ചെയ്തു വെച്ച സിനിമ, ആ പഴയ ചെറിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം അത്രയും പടങ്ങൾ ചെയ്തു വെച്ചത്. ഇപ്പം കുറേ ലിമിറ്റേഷൻസായി, സിനിമയെ മൊത്തം മാറി, സിനിമയുടെ ആ ആംഗിളുകളിൽ ഇപ്പോൾ സിനിമ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ ആളുകൾക്ക് അത്തരം കഥകളോടും അല്ല, വേറെ തരം ഒരു കാലഘട്ടത്തിൽ പ്രകൃതി പടങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഓടിക്കൊണ്ടിരുന്നത്, വേറൊരു സിനിമ ഓടാത്തൊരവസ്ഥ വന്നു. ഇങ്ങനെ ആളുകളിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. RDX എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ ആളുകൾ ആഘോഷിച്ചു. മോഹൻലാലിന് ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാൽ മുണ്ട് മടക്കി കുത്തി വന്ന പുലിമുരുകൻ വന്നപ്പോൾ ബോക്സ് ഓഫീസ് ഈ 2000-ന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ നിറഞ്ഞ ബോക്സ് ഓഫീസ് ഏത്? ഇപ്പം മാർക്കോ ഒക്കെ വന്നല്ലോ, മാർക്കോയ്ക്ക് പോലും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല പുലിമുരുകൻ്റെ റെക്കോർഡ്. എന്താ അത്? അദ്ദേഹത്തിന് അത്രയും മാസമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഒരു പ്രശ്നമുണ്ട്, ഒരു പരിമിതിയുണ്ട്. ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലപ്പോഴും നിന്ന ഫാൻസിനെയും അദ്ദേഹത്തിന് തൃപ്തിപ്പെടുത്തേണ്ടി വരും, കൂടെ നിന്ന ആളുകളെ തൃപ്തിപ്പെടുത്തേണ്ടി വരും, ചിലപ്പോൾ സാമ്പത്തികം അദ്ദേഹത്തിന് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മളാരും കൊണ്ടു കൊടുക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അല്ല, ഉണ്ട്. മോഹൻലാലിന് ആവശ്യങ്ങളുണ്ട്. നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് തോന്നുന്നതിനെക്കാട്ടും അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഗൗതം പറഞ്ഞതുപോലെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അഭിനയ സിദ്ധി, അഭിനയത്തിൻ്റെ ശേഷി, ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് എന്താണ്, നമുക്ക് തീരില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഗൗതം ഒരു ഗൗരവത്തിൽ സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ഞാൻ അത്രയും ഗൗരവത്തിൽ സിനിമയെ സമീപിക്കാത്ത ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും അതിനെ മോഹൻലാലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാന്ത്രികമായ ഒരു എന്താ പറയുക, ഈ അതിനെന്താ ഒരു പേര് പറയാം, നമ്മളെ ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു പെട്ടെന്നൊരു കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിക്കുന്ന നടൻ എന്ന് പറയുന്നതും മോഹൻലാലിനെ പോലെ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. ഒരു കഴിഞ്ഞ ദിവസം ബി ഉണ്ണികൃഷ്ണനാണ്. അതെ, ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യം ഗൗതം ശ്രദ്ധിച്ചില്ലേ? അതെ, അത് ശ്രദ്ധിച്ചു. അദ്ദേഹം അത് വളരെ മോഹൻലാലിനെ എങ്ങനെയാണ് അദ്ദേഹം അഭിനയത്തെ സൂക്ഷ്മമായിട്ട് കാണുന്നത് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അത്തരം വാക്കുകളൊന്നും ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ വാക്കുകൾ വലിയ വാക്കുകളാണ്. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് മോഹൻലാലിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതായത് സൈലൻസിൽ ഒരു ഭാവപ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാലിനോളം ശേഷിയുള്ള മറ്റൊരു നടനില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് എപ്പോഴെങ്കിലും ഒരു സിനിമ മോഹൻലാലിൻ്റെ
ഒരു ഡയലോഗും ഇല്ലാത്ത സിനിമ, മുഴുനീള സിനിമ. മോഹൻലാലിന് കഥാപാത്രത്തിന് അതിന് ഡയലോഗ് പാടില്ല. അങ്ങനെ ഒരു സിനിമ മോഹൻലാലിനെ വെച്ചിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഡയലോഗും ഇല്ലാത്ത ഒരു സിനിമ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മോഹൻലാലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയലോഗ് വേണ്ട എന്നുള്ളതാണ്. ഡയലോഗ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സിലൂടെയും പല എക്സ്പ്രഷനിലൂടെയൊക്കെ വളരെ രസകരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ അത്രയ്ക്ക് ശേഷിയുള്ളൊരു നടനാണ്. ആ ശേഷിയെ പിന്നീട് ഈ 2000-ന് ശേഷം വന്ന സിനിമകളിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളിലും പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വിമർശനം എന്ന് പറയുന്നത്. ലാലേട്ടൻ അപ്പുറത്ത് നമ്മുടെ അന്യഭാഷയിൽ പോയിട്ട് അഭിനയിച്ച സിനിമയാണ് ഈ ജനതാ ഗാരേജ് എന്ന് പറയുന്നത്. ആ ജനതാ ഗാരേജിൻ്റെ സംവിധായകനോട് ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം സ്പീഡിൽ ഡയലോഗ് പറയുന്നില്ല എന്നൊരു സംശയം. അങ്ങനെ സ്പീഡിൽ ഡയലോഗ് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സാർ കുറച്ചുകൂടി സ്പീഡിൽ ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സാറ് ആക്ഷൻ പറയുകയും ഞാൻ ഡയലോഗ് പറയുകയും ചെയ്യുന്ന ആ ഒരു കുറച്ച് സമയത്തിനിടയ്ക്ക് മാത്രമാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം സംഭാഷണമല്ലേ എന്നാണ് ചോദിച്ചത്. അത് വളരെ കറക്റ്റാണ്. ഞാൻ പറയാം, ഒരു ഉദാഹരണം കൂടി പറയാം. അതായത് ഈ മോഹൻലാലിൻ്റെ പല സിനിമകളിലും ഇപ്പോൾ മണച്ചിർത്തായി എന്ന് പറയുന്ന സിനിമയിൽ അത് വന്ന് തട്ടിയിട്ട് ഈ ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വിഷം കൊടുക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. അതിൽ പോയിട്ട് ഈ ആ കപ്പ് തട്ടിക്കളയുന്നുണ്ട്. കപ്പ് തട്ടിക്കളഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ ഒരു ഭാവമുണ്ട് ഇങ്ങനെ നിന്നിട്ട് അതിൽ വിഷം ഉണ്ടായിരുന്നു. ആ വിഷം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ തട്ടിയിട്ട് എടാ അത് കുടിക്കല്ലേ, വിഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് അത് തട്ടിക്കളഞ്ഞാൽ മതി. അങ്ങനെയല്ല, അത് തട്ടിക്കളഞ്ഞിട്ട് ഒരു മിനിറ്റോളം അല്ലെങ്കിൽ 1/2 മിനിറ്റോളം പ്രേക്ഷകനെ ഇങ്ങനെ നിർപ്പിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അതിൽ വിഷം ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ്, മൂക്ക്, ചുണ്ട്, ശരീരം എല്ലാ ഭാഗങ്ങളും ആ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത് അത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഈ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ സംഭാഷണം പറയലാണ് അഭിനയം എന്നാണ്. ഇപ്പോഴും സിനിമയിൽ കടന്നു വരുന്ന പല പുതിയ ആൾക്കാരുമായി വെറും വർത്താനം പറയലാണ് അഭിനയം എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണല്ലോ ഈ വാക്കിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഈ ദേവരാജൻ മാസ്റ്ററാണെന്ന് തോന്നുന്നു മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് മോഹൻലാലിന് അഭിനയത്തിൽ കള്ളത്തരം അറിയില്ല എന്നൊരു കാര്യം. അതായത് അയാൾ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി മുഴുവൻ വൈബ്രേറ്റ് ചെയ്യുകയാണ്. വെൻ ഹി പെർഫോംസ് വിത്ത് ബോഡി ആൻഡ് സോൾ. അങ്ങനെയാണ് ദേവരാജൻ മാസ്റ്റർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം. തീർച്ചയായിട്ടും.